വെൽക്കം ടു അൺഅക്കാഡമി. നമ്മുടെ സെക്കൻഡ് മോക്ക് ടെസ്റ്റിന്റെ ബോട്ടണി ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഒരു ടെസ്റ്റ് കഴിഞ്ഞു, അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞു, എല്ലാവരും വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ടെസ്റ്റ് എഴുതുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊരു നല്ല ലക്ഷണമായിട്ട് ഞങ്ങൾ കാണുന്നു. കാരണം ഞങ്ങളുടെ ഈ ക്വസ്റ്റ്യൻസ് അത്രയേറെ കുട്ടികളുടെ ഇംപ്രസീവ് ആയിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിൻ്റെ ഒരു പ്രതിഫലനം, റിഫ്ലക്ഷൻ ഞങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. NCERT മാത്രമേ ഞങ്ങളുടെ ക്വസ്റ്റ്യൻസിലുള്ളൂ. അതും പ്രത്യേകതയാ. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾ മാത്രമേ ഞങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളൂ. 2 കിങ്ഡം സിസ്റ്റം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ ആരാണ്? 4 സയന്റിസ്റ്റിന്റെ പേരുണ്ട്. ഫസ്റ്റ് അരിസ്റ്റോട്ടിൽ അല്ല, നിങ്ങൾക്കറിയാം. ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ് ആണ്. ഫാദർ ഓഫ് സുവോളജി അരിസ്റ്റോട്ടിലാ. അദ്ദേഹമാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ NCERT പ്രകാരം പറയുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? പ്ലാന്റ്സിന്റെ അനിമൽസിന്റെയും അതിന്റെ യൂട്ടിലിറ്റി, ഉപയുക്തതയുടെ അടിസ്ഥാനത്തിലാ. അതല്ല ആൻസർ കേട്ടോ. ഹെയ്ക്കൽ ആരാണ്? 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആളാണ് ഏണസ്റ്റ് ഹെയ്ക്കൽ. അതുമല്ല. പിന്നെ നമ്മുടെ ആൻസർ ഏതാ? ലിനേയസ് ആണ്. ഫാദർ ഓഫ് ടാക്സോണമി ലിനേയസ് ആണ്. 2 കിങ്ഡം ഇൻട്രൊഡ്യൂസ് ചെയ്തു ലിനേയസാ. ഏതാ 2 കിങ്ഡം? പ്ലാന്റ് ആൻഡ് അനിമേലിയ. നമ്മുടെ ഏത് കിങ്ഡം തുടങ്ങുമ്പോഴും ബേസിക് ആയിട്ട് നമ്മൾ ലിനേയസിന്റെ 2 കിങ്ഡം സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വിറ്റേക്കർ. ആരാണ് വിറ്റേക്കർ? നമുക്കറിയാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് വിറ്റേക്കർ. RH വിറ്റേക്കർ. ഏത് ഇയറിലാണ് പ്രപ്പോസ് ചെയ്തത്? 1969. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒട്ടുമിക്ക വർഷവും ഒരു ക്വസ്റ്റ്യനെങ്കിലും വരാറുണ്ട്. പിന്നെ മക്കൾ വളരെ ഹാപ്പി ആയിട്ട് ഈ ഭാഗം ഒന്നും കൂടെ ഫോക്കസ് ചെയ്തോളൂ. ഞങ്ങൾ അത് കറക്റ്റ് ചെയ്തു കേട്ടോ. Then 94. Cholera causing bacteria group under the which of the following? കോളറയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. അതൊരു ക്വസ്റ്റ്യനും കൂടെയാ. വിച്ച് ഓർഗാനിസം കോസസ് കോളറ? ബാക്ടീരിയ. വിബ്രിയോ കൊളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, വിബ്രിയോ വിഭാഗത്തിൽ കാറ്റഗറിയിൽപ്പെട്ട ബാക്ടീരിയ ആണ് ഇതിനു കാരണം. നമുക്കറിയാം. ഇത് നിങ്ങളെ +1 8ാമത്തെ ചാപ്റ്റർ സെൽ ആസ് ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ അവിടെ പ്രൊകാരിയോട്ടിക്, യൂകാരിയോട്ടിക് ഉണ്ടല്ലേ. പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ ടൈപ്പ് പറയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഷേപ്പ്. ഒന്നാമത്തേത് നമ്മുടെ സ്പെരിക്കലാണ്, ലഡു പോലുള്ള സാധനം. അതാണ് നമ്മൾ കോക്കസ് എന്ന് പറയുന്നു. അതല്ല ആൻസർ. രണ്ടാമത്തേത് ബാസില്ലസ് ആണ്. അതല്ല. മൂന്നാമത്തേത് സ്പൈറലമാണ്. അതല്ല. ദെൻ ഓപ്ഷൻ 4 ഏതായിരുന്നു? വിബ്രിയോ ഇനത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് ഏതിനു കാരണം? കോളറയ്ക്കു കാരണം. Then 95. The given figure is an example of brown algae. ABCD. ബ്രൗൺ ആൽഗയാണ്. ബ്രൗൺ ആൽഗയ്ക്ക് നമ്മൾ സയന്റിഫിക്കലി പറയുന്നു ഫിയോഫൈസിയെ. ഇതാണ് ബ്രൗൺ ആൽഗെ. നമുക്കറിയാം. ഇത് ഏത് ആൽഗയാണെന്നറിയോ? നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തില് ആ സെക്കൻഡ് ലൈനിലുള്ള ഫസ്റ്റ് ഡയഗ്രാണ്. ലാമിനാറിയ എന്നാണ് ഈ ആൽഗയുടെ പേര്. എന്താ പേര്? ലാമിനാറിയ എന്നാണ് ഈ ആൽഗയെ പറയാ. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? 95. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം. ഒന്ന് എ എന്ന് പറയുന്നത് ഇത് ഫ്രോണ്ട് ആണ്. ഫ്രോണ്ട് ആണ്. ബി എന്ന് പറയുന്നത് ഏതായിരുന്നു? സ്റ്റൈപ്പ് ആണ്. സി എന്ന് പറയുന്നത് ഹോൾഡ് ഫാസ്റ്റാ. അപ്പൊ റൂട്ടിന് ബതില് ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റെമ്മിന് ബതില് സ്റ്റൈപ്പ്, ലീഫിന് ബതില് ഫ്രോണ്ട്. കറക്റ്റ്. ലാമിനാറിയ. അവിടുന്നാണ് ലാമിനാറിൻ എന്നൊരു കെമിക്കൽ ഉപയോഗിക്കുന്നു. Then 96. Majority of the dicot plants direct elongation of dash that leads to the formation of dash. അതാണ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഓഫ് ദ ഡൈക്കോട്ട് പ്ലാന്റ്സ് ആ ഡൈക്കോട്ട് പ്ലാന്റ്സ് നമുക്കറിയാം. മോണോകോട്ട് ഡൈക്കോട്ട്. ഡയറക്റ്റ് ഇലോങ്ങേഷൻ ഓഫ് അവിടെ ഏതാ വന്നിരിക്കുന്നറിയോ? റാഡിക്കിൾ ആണ്. ഡയറക്റ്റ് ഇലോങ്ങേഷൻ ഓഫ് റാഡിക്കിൾ. 96 അതാണ്. ഡയറക്റ്റ് ഇലോങ്ങേഷൻ ഓഫ് റാഡിക്കിൾ ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ബി എന്നാണ്. അപ്പൊ ആ റാഡിക്കിൾ എന്ന് നമുക്ക് ഏതാ വരേണ്ടത്? അവിടെ പ്രൈമറി റൂട്ട് ഉണ്ടാകണം. വേണ്ടേ? റാഡിക്കിൾ എന്നാരാണ്? പ്രൈമറി റൂട്ട്. റാഡിക്കിൾ റൂട്ട് ഹെയർ അല്ല, പ്ലിമ്യൂൾ എന്നല്ല, റൂട്ട് ഹെയർ എന്നല്ല. സോ 96ന്റെ ആൻസർ ഏതാണ്? റാഡിക്കിളിന്റെ പ്രൈമറി റൂട്ട്. 97. Arrangement of veins and veinlets in the lamina of leaf.
വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? മോർഫോളജിന്റെ ഈ പാർട്ട് നടക്കി വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാം. വളരെ സിമ്പിളാ. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനൊക്കെ വളരെ ലളിതമായ ക്വസ്റ്റ്യൻസ് വരും. വീൻ ആൻഡ് വീൻലെറ്റ്സ് ഇൻ ദ ലാമിന ഓഫ് ദ ലീഫ് ഈസ് ടേംഡ്. നമുക്ക് എന്തുവാ പറയാ? അതാണ് ഈസ് കോൾഡ് വീനേഷൻ എന്ന് പറയുന്നു. ഏതാണ് ആൻസർ? വീനേഷൻ. അറേഞ്ച്മെന്റ് ഓഫ് വീൻ ആൻഡ് വീൻലെറ്റ്സ്. അതിൽ വെർണേഷൻ വേണ്ട, അത് സർസിനേറ്റ് വെർണേഷൻ ഒക്കെയാ. നിങ്ങൾ ടെറിഡോഫൈറ്റില് നമ്മുടെ കൈക്ക് പ്രിന്റ് അടിക്കുന്ന പ്ലാന്റ് ഇല്ലേ, ആ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നമ്മളിത് പറയാറുണ്ട്. സർസിനേറ്റ് വീനേഷൻ, ടിക്സിസ് യങ് ലീഫിൻ്റെത് അതുമല്ല. ഓക്കെ, സോ ആൻസർ ഏതാണ്? 1 ആണ് ആൻസർ. 97 ആൻസർ 1. 98. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കംപ്രൈസസ്. അനാട്ടമിയിൽ നിങ്ങൾ പഠിച്ചു നമ്മുടെ ഫണ്ടമെന്റലായ ടിഷ്യൂ സിസ്റ്റം 3 ടൈപ്പാണ്. ഏതൊക്കെ? 1 എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, 2 ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, അതിന് ലീഫിൽ പറയുന്ന പേര് മീസോഫിൽ എന്നാണ്, 3 വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. കറക്റ്റ് അല്ലേ? സിമ്പിൾ. അപ്പൊ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ടെന്ന നമ്മുടെ ക്വസ്റ്റ്യൻ. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഇൻക്ലൂഡ് 1 എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, സ്റ്റൊമാറ്റ ഉണ്ട്, ട്രൈക്കോംസ് ആൻഡ് എയർ ഉണ്ട്. സോ നമ്മുടെ ആൻസർ ഏതാണ്? 4. 4ാമത്തതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? നിങ്ങളൊരു കാര്യം ഓർമ്മിക്കുക, ട്രൈക്കോമും ഹെയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ട്രൈക്കോം എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്, അത് സ്റ്റെമ്മിലാണുള്ളത്. ഹെയർ എന്ന് പറയുന്നത് യൂണി സെല്ലുലാർ ആണ്, അതാരില്ല? റൂട്ടിലാണുള്ളത്. 99. The figure depicted below is the transverse section of. ഇത് ഏത് പ്ലാന്റ് പാർട്ടിൻ്റെതാണ്? വളരെ സിമ്പിളാ, നമുക്ക് കണ്ണടച്ചെഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാ. ഇത് വേറെ ആരും അല്ല, മോണോകോട്ട് സ്റ്റെമ്മ. അതെങ്ങനെ മനസ്സിലായി? ഇൻ മോണോകോട്ട് സ്റ്റെം VB. എന്തുവാ VB? വാസ്കുലാർ ബണ്ടിൽസ് ആർ സ്കാറ്റേർഡ്. ഡൈക്കോട്ട് മോണോകോട്ട് തമ്മിലുള്ള ഡിഫറൻസസിൽ ഒന്നതല്ലേ വാസ്കുലാർ ബണ്ടിൽ സ്കാറ്റേർഡ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? 1. 99 ആൻസർ 1 ആണ്. 100. പോളൻ ഗെയിൻസ് ആർ ജനറലി. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കയറിയില്ലേ? പോളൻ ഗെയിൻസ് ആർ ജനറലി ഡാഷ്. അതിന്റെ സൈസും അതേപോലെ അതിന്റെ ഷേപ്പാ പറയുന്നത്. ജനറലി സ്പെരിക്കൽ ആണ് പോളൻ ഗെയിൻസ്. ഓക്കെ, ആൻഡ് മെഷറിംഗ് അബൌട്ട് 25 to 50 മൈക്രോമീറ്റർ ഇൻ സൈസ്. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, 100. 100ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. ദെൻ 101. ഇതും സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് ചാപ്റ്റർ അല്ല. നമ്മളവിടെ ഒവ്യൂളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത് ഏത് ഒവ്യൂളാ ചോദിക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ്, അനാട്രോപ്പസ് ഒവ്യൂൾ. ഓക്കെ, ഇത് അനാട്രോപ്പസ് ആയ ഒവ്യൂളാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ലാബിൽ ചെയ്തിരിക്കുന്നത്? എ എന്ന് പറയുന്നത് ഇതാ, ഈ പാർട്ട് എ എന്ന് പറയുന്നത് ഇതിലേതാ നോക്കൂ. എ എന്ന് പറയുന്നത് മൈക്രോപൈലാണ്. എന്താണ് മൈക്രോപൈൽ? സ്മോൾ ഓപ്പണിംഗ് ഓഫ് ദ ഒവ്യൂൾ, അതാണ് മൈക്രോപൈൽ. കറക്റ്റ് അല്ലേ? ദെൻ ബി, ഇതിനകത്ത് കാണുന്ന ഡിപ്ലോയിഡ് ആയ സെൽസ് ആണ് ബി, അതാണ് ആര്? ന്യൂസെല്ലസ് ആണ്. സി എന്ന് പറയുന്നത് എംബ്രിയോസേക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗമറ്റോഫൈറ്റ്, അത് ഇതിനകത്തുള്ള ഹേപ്ലോയിഡ് ആയ ഒരേ ഒരു പാർട്ട്, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക, എംബ്രിയോസാക്ക്. ബാക്കിയെല്ലാം ഡിപ്ലോയിഡ് ആണ്. ദെൻ ഡി എന്ന് പറയുന്നത് ചലാസ. ആൻസർ 1 ആണ്. മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് ആണ് ചലാസ. ചലാസയ്ക്ക് വേറൊരു ഡെഫിനിഷൻ ഉണ്ട് നിങ്ങളുടെ NCERT. എന്താണെന്നറിയോ? ബേസൽ പാർട്ട് ഓഫ് ഒവ്യൂൾ. ചോദിച്ചൂടെ? മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് ആണ് ആൻഡ് ആൾസോ ബേസൽ പാർട്ട് ഓഫ് ഒവ്യൂൾ എന്ന് ചോദിച്ചാലും അതാരാണ്? ചലാസ. 102. ഇതാ നമ്മുടെ +1ന്റെ ഫോട്ടോസിന്തസിന്റെ സെക്കൻഡ് പേജിലുള്ള ആദ്യത്തെ ഡയഗ്രാം, 2ാമത്തെ എക്സ്പെരിമെന്റ്. ആദ്യം കാർബൺ ഡയോക്സൈഡ് പറഞ്ഞു. ഫോളോയിങ് അപ്പ് ഈസ് ദ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഓഫ് ഫോട്ടോസിന്തസിസ് carried out by Priestley, ജോസഫ് പ്രീസ്റ്റ്ലി. അങ്ങോരാണ് ഈ തിയറി, ഈ എക്സ്പെരിമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ജോസഫ് പ്രീസ്റ്റ്ലി. എന്താ പ്രീസ്റ്റ്ലിന്റെ എക്സ്പെരിമെന്റ് എന്നറിയോ? എന്താ നോക്കൂ. Plants restore to the air whatever breathing animals and burning candles remove. നമ്മുടെ NCERT ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് അദ്ദേഹം ഇതിനകത്ത് എലിയെ പിടിച്ചു വെച്ചു, മെഴുകുതിരി കത്തിച്ചു. ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഏതാ പ്ലാന്റ് എന്നറിയോ? NCERT പറയുന്നു മിന്റ് എന്നാണ്. പൊതീന, മിന്റ് ആണ് ഉപയോഗിച്ച പ്ലാന്റ് സ്പീഷീസ്.
ഇതൊരു ഹൈപ്പോതസിസ് ആണ്. ഈ ഹൈപ്പോതസിസിലൂടെ അദ്ദേഹം പറയുന്നു പ്ലാന്റ് റിലീസ് ചെയ്യുന്നത് ആരാ? ഓക്സിജൻ ആണ്. എയർ എന്ന് പറയുന്നത് ഓക്സിജനാണ്. അതായത് 1774 ഈ കൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ജോസഫ് പ്രീസ്റ്റ്ലി. ഓക്കെ, സോ ആൻസർ ഏതാണ്? 1 ആണ്. കാർബൺ ഡയോക്സൈഡ് എസെൻഷ്യൽ, അത് മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ് ആണ്. ഇതല്ല. സൺലൈറ്റ് ഈസ് എസെൻഷ്യൽ, അത് വേറൊരു സയന്റിസ്റ്റ് ആണ്, ജൂലിയസ് സയന്റിസ്റ്റ് വേറെയാണ്. സോ ഇതിന്റെ ആൻസർ ഏതാണ്? 1 ഫസ്റ്റ് ആണ്. ഫോട്ടോ കെമിക്കൽ ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഒക്കർ. എന്താ ഫോട്ടോ കെമിക്കൽ? ലൈറ്റിന്റെ കൺവേർഷനാണ്. ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ്, ഡാർക്ക് ഫേസ് എവിടെയാണ്? സ്ട്രോമയിലാണ്. നോക്കൂ, പെരിപ്ലാസ്റ്റിഡിയൽ സ്പേസ് അല്ല. എന്തുവാ പെരിപ്ലാസ്റ്റിഡിയൽ സ്പേസ് അറിയാമോ? പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്. 2 മെംബ്രെയിൻ ഇടയിലുള്ള സ്പേസ് ആണ് പെരിപ്ലാസ്റ്റിഡിയൽ സ്പേസ്. വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചൊരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ് അത്. ദെൻ ലൂമൺ ഓഫ് തൈലക്കോഡ് അല്ല, അവിടെ വെച്ചാണ് വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നു. നമ്മള് കെമി ഓസ്മോട്ടിക് ഹൈപ്പോതസിസ് അത് പറഞ്ഞിട്ടുണ്ട്, അതല്ല, സ്ട്രോമയിലല്ല. സോ ആൻസർ ഏതാണ്? ഗ്രാനയാണ്. 103ന്റെ ആൻസർ ഏതാണ്? ഗ്രാന. നെക്സ്റ്റ് 108. The phenomenon of incorporation of nutrient in decomposers and detritivores are called. നോക്കൂ, ഹ്യൂമിഫിക്കേഷൻ ആണോ? അല്ല. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹ്യൂമസ് ആണ് ഹ്യൂമിഫിക്കേഷൻ, അതല്ല. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ സോളുബിൾ ആയത്. പിന്നെ നമ്മുടെ ആൻസർ ഏതാണ്? ന്യൂട്രിയന്റ് ഇമ്മൊബിലൈസേഷൻ. ഇലൂവിയേഷൻ എന്ന് പറയുന്നത് സർഫേസിലുള്ള പാർട്ട് റൺ ഓഫ് ചെയ്യുന്നതാണ് ആര്? ഇലൂവിയേഷൻ. സോ നമ്മുടെ ആൻസർ ഏതാണ്? 3 ആണ് മക്കളെ നമ്മുടെ ആൻസർ. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ പഠിച്ചു, ഇനി പുതിയത് പഠിക്കണ്ട. നിങ്ങൾ ധാരാളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. വെറൈറ്റീസ് ഉള്ള സമയം വളരെ ഫ്രീ ആയിട്ട് നല്ല ഹാപ്പി സന്തോഷത്തോടു കൂടി മാത്രം, യാതൊരു സ്ട്രെസ് ഉണ്ടാവരുത്, അതിന്റെ ആവശ്യമില്ല. നോക്കൂ 109. ടേം ഗ്ലൈക്കോളിസിസ് ഒറിജിനേറ്റഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ്. നിങ്ങൾ ഓർമ്മിക്കുക, നമ്മുടെ റെസ്പിറേഷൻ എന്ന ചാപ്റ്ററിലാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. റെസ്പിറേഷൻ. അപ്പൊ ആ റെസ്പിറേഷനിൽ എന്തൊക്കെയാ പാർട്ട് ഓർമ്മയുണ്ടോ? ഒന്നാമത്തേത് ഗ്ലൈക്കോളിസിസ് ആണ്, ഓർമ്മിക്കുക. ഇത് സൈറ്റോപ്ലാസത്തിൽ അല്ലെങ്കിൽ സൈറ്റസോളിൽ വെച്ച് നടക്കുന്നു. ദെൻ നമ്പർ 2 പിന്നെ ഉള്ളത് ഏതാ? ലിങ്ക് റിയാക്ഷൻ ആണ്. ഇത് മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നു. അത് കഴിഞ്ഞാൽ 3 മൂന്നാമത്തേത് ക്രബ്സ് സൈക്കിൾ അല്ലേ? ഹാൻസ് അഡോൾഫ് ക്രബ്സ് സൈക്കിൾ. ഇത് എവിടെ വെച്ചായിരുന്നു? മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിൽ വെച്ച് നടക്കുന്നു. 4 അത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇതെവിടെ വെച്ചാണ്? ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ആൻഡ് അത് കഴിഞ്ഞാൽ ഏതായിരുന്നു? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇത് രണ്ടും നടക്കുന്നത് ഇന്നർ മെംബ്രെയിനിലാ. ഇങ്ങനെ ബേസിക് ആയ 5 മെയിൻ പ്രോസസ് ആണ് എവിടെ ഉള്ളത്? നമ്മുടെ റെസ്പിറേഷനിലുള്ളത്. നമ്മുടെ ചോദ്യം ഗ്ലൈക്കോളിസുമായി ബന്ധപ്പെട്ട ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഗ്ലൈക്കോളിസിസ്? ത്രിമൂർത്തികളാ, 3 സയന്റിസ്റ്റാ. ആരൊക്കെ? നമുക്കറിയാം, EMP പാത്വേ, എംഡൻ, മേയർഹോഫ് ആൻഡ് പർനാസ്. 3 പേരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് ഗ്ലൈക്കോളിസിസിനെ EMP പാത്വേ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ, ആ പേര് വരാൻ കാരണം എന്താണ്? വളരെ സിമ്പിൾ ആണ്, ഓർക്കുക. ഗ്ലൈക്കോസ് പ്ലസ് ലൈസിസ് എന്ന് പറയുന്ന 4ാമത്തെ ഓപ്ഷനാണ്. സ്പ്ലിറ്റിംഗ് ഓഫ് ഷുഗർ എന്നാണ് അതിന്റെ പേര്. എഥനോൾ ഈസ് ഫോംഡ് ഫ്രം അസെറ്റാൽഡിഹൈഡ് ബൈ എൻ എൻസൈം കോൾഡ് എഥനോൾ. അതേ ചാപ്റ്ററിൽ തൊട്ടടുത്ത പേജിലുള്ള പോയിന്റ് ആയത്. അനൈറോബിക് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ടിട്ട് എഥനോൾ, അതായത് നമുക്ക് കിട്ടിയ പൈറൂവിക് ആസിഡിന്റെ മുന്നില് 2 അല്ലെങ്കിൽ 3 വഴികളുണ്ട്. ഇങ്ങനെയാ പറയാ. അയാൾക്ക് എങ്ങോട്ട് വേണേ പോവാം. ഏതൊക്കെയാണെന്നറിയോ? ഐദർ ഒന്നുകിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അനൈറോബിക് റെസ്പിറേഷനിൽ നമ്മുടെ ആൽക്കഹോളിക് ഫെർമെന്റേഷനിലേക്ക് പോകാം, അതല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡിലേക്ക് പോവാം, അതല്ലെങ്കിൽ എയ്റോബിക് റെസ്പിറേഷനിലേക്ക് കടക്കാം. ഇതിൽ ആദ്യത്തേത് രണ്ടും അനൈറോബിക് ആണ്. ഒന്നുകിൽ ആൽക്കഹോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകാം.
പൈറൂവിക് ആസിഡ് ഈസ് എ 3 കാർബൺ കോമ്പൗണ്ട്. അത് നിങ്ങൾക്കറിയാം. അവിടെ ഫസ്റ്റ് ഡീകാർബോക്സിലേഷൻ നടക്കും. പൈറൂവിക് ആസിഡിനെ ഡീകാർബോക്സിലേഷൻ നടന്ന് 2 കാർബൺ കോമ്പൗണ്ടായ അസറ്റാൽഡിഹൈഡായി മാറും. 3 കാർബണായ അസറ്റാൽഡിഹൈഡ്. ആ അസറ്റാൽഡിഹൈഡ് നിന്നാണ് എത്തനോൾ, അതായത് ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാകുന്നു. അതിന് സഹായിക്കുന്ന എൻസൈമാണ് മൂന്നാമത്തേത് ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ് ആണ്. ആരാണ്? ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ. പൈറൂവേറ്റ് കൈനേസ് എന്ന് പറയുന്നത് ഫോസ്ഫോ ഈനോൾ പൈറൂവേറ്റ് പൈറൂവിക് ആസിഡായി വരുന്ന പ്രോസസ്സിൽ ഉപയോഗിക്കാറുണ്ട്. പൈറൂവേറ്റ് ഡീഹൈഡ്രോജിനസ് ഏതിലാണെന്നറിയോ? നമ്മുടെ ഈ പൈറൂവിക് ആസിഡിനെ ഡീകാർബോക്സിലേഷൻ നടത്തി 2 കാർബൺ കോമ്പൗണ്ടായ അസറ്റൈൽ കോ എൻസൈം എ ഉണ്ടാക്കാറുണ്ട്. അതിനുപയോഗിക്കുന്നതാണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഏതാണ്? 3. വളരെ സിമ്പിൾ ആണ്. 3 ശ്രദ്ധിക്കുക. 113 113 ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്ക് നിങ്ങളെ മെമ്മറിയിൽ വരണം. ഇതേത് ചാപ്റ്റർ അറിയാം? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്ററിലല്ലേ ഇത് വരുന്നത്. അവിടെ നിങ്ങൾ പോപ്പുലേഷന്റെ ഗ്രോത്തിനെ കുറിച്ച് പഠിച്ചു. 2 ഗ്രോത്ത് ഫോമേ ഉള്ളൂ മക്കളെ. ഒന്ന് ജെ ഷേപ്പ്, 2 സിഗ്മോയിഡ് അഥവാ എസ് ഷേപ്പ്. 2 എണ്ണല്ലേ? അതിൽ ആ സിഗ്മോയിഡുമായി ബന്ധപ്പെട്ടതാ ആരാ? വേൾഹേസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവാണ് ഇത്. നമുക്കറിയാം dn/dt is equal to Rn into k minus n/k എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ 3 ആണ്. dn/dt പോപ്പുലേഷന്റെ ചേഞ്ചുമായി ബന്ധപ്പെട്ടതാണ്. R ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ബയോട്ടിക് പൊട്ടൻഷ്യൽ ആണ്. n അതിന്റെ സൈസിനെ ബേസ് ചെയ്ത് പറയാം. k എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. സോ ആൻസർ ഏതാണ്? 3. 113 114 നാറ്റാലിറ്റി റെഫേഴ്സ് ടു അതേ ചാപ്റ്ററിൽ ഓർഗാനിസം പോപ്പുലേഷനില, അതായത് പോപ്പുലേഷന്റെ സൈസുമായി ബന്ധപ്പെട്ട് പറയുന്നു. നാറ്റാലിറ്റി റെഫേഴ്സ് ടു എന്താണ് നാറ്റാലിറ്റി? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ലിവിങ് അല്ല, ബർത്ത് റേറ്റിനെ നമുക്കവിടെ ക്യാപിറ്റൽ ബി എന്നാണ് എഴുതിയിരിക്കുന്നത്. പോപ്പുലേഷന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നു. NT +1 ഈസ് ഈക്വൽ ടു അവിടെ എന്തായിരുന്നു? N0 ഇനീഷ്യൽ എത്രയാണോ പ്ലസ് B പ്ലസ് I ദെൻ പിന്നെ അവിടെ എന്തെന്നറിയോ? മൈനസ് D പ്ലസ് E. ഓർമ്മയിലുണ്ടാകണം. ഇവിടെ B എന്ന് പറയുന്നത് ബർത്ത് ആണ്, I എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ആണ്. മൈനസ് D എന്ന് പറഞ്ഞാൽ മോർട്ടാലിറ്റി ഡെത്ത് ആണ്, E എന്ന് പറഞ്ഞാൽ എമിഗ്രേഷൻ ആണ്. അപ്പോൾ ഓർക്കുക ഇതിന്റെ ആൻസർ ഏതാണ്? 2 ആണ്. ആൻസർ 2. യെസ്. 150 115 ദി ട്രോഫിക് ലെവൽ ദാറ്റ് കൺവേർട്ട് പ്ലാന്റ് മാറ്റർ ഇൻറ്റു അനിമൽ മാറ്റർ. അപ്പൊ അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് T1 T2 T3 T4 എന്നതാണ്. T1 എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രോഫിക് ലെവലാണ്. അത് എപ്പോഴും പ്രൊഡ്യൂസർ ആയിരിക്കും, അവർക്ക് നിർമ്മിക്കാനേ കഴിയുള്ളൂ. T2 എന്ന് പറയുന്നത് ആരാണ്? ഹെർബിവോറസ് ആണ്, പ്രൈമറി കൺസ്യൂമർ ആണ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. T2 എന്ന് പറയുന്നത് പ്രൈമറി കൺസ്യൂമറാണ്. ഇവർക്കാണ് ഈ പ്ലാന്റ് മാറ്ററിനെ അനിമൽ മാറ്റർ ആക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നത്. T2 എന്ന് പറയുന്നത് ആരാ? T3 എന്ന് പറയുന്ന ആരാ? കാർണിവോറസാ എന്ന് പറഞ്ഞാൽ അവർ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ്. ഓക്കെ, ദെൻ പ്രോകാരിയോട്ടിക് സെൽസിലേക്ക് എന്താണ് പ്രോകാരിയോട്ടിക് സെൽ? ഒരു പ്രോകാരിയോട്ടിക് സെൽ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. എന്നാലും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫുൾ അറിയുന്നത് കൊണ്ട്, അറിഞ്ഞില്ലേ കുഴപ്പമില്ല, അറിയുന്നത് കൊണ്ട്, വളരെ നന്നായി അറിയുന്നത് കൊണ്ട് ചെറിയൊരു കൈപ്പിഴ മൂലവും നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാകരുത്. ശ്രദ്ധിക്കണം കുട്ടികൾ, ഈ പാർട്ട് പ്രത്യേകിച്ച്. പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ സെൽ വിത്തൗട്ട് ആരൊക്കെ? ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലേ, അത് ഉള്ളതാണ് യൂകാരിയോട്ടിക്. നമ്മുടെ 5 കിങ്ഡത്തിൽ മൊണീറ എന്ന് പറയുന്ന ഒരു കിങ്ഡം മാത്രമേ പ്രോകാരിയോട്ടിലുള്ളൂ. ബാക്കി വരുന്ന 4 കിങ്ഡവും യൂകാരിയോട്സിലാണ്. അപ്പോൾ 4 കിങ്ഡം അവിടെ, ഒരു കിങ്ഡം പ്രോകാരിയോട്ട്. നമ്മുടെ ചോദ്യം ഇതിൽ എന്തില്ല എന്നാണ്. പ്രോകാരിയോട്ട് സെല്ലേക്ക് പിലി അവിടെയുണ്ട്. എന്താ പിലി? ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ ആണ് പിലി. നിങ്ങൾക്കറിയാം, ജെനറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. സം പിലി ഹെൽപ്സ് ദ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. സോ നമുക്കതിന് എന്ത് പറയാം? സെക്സ് പിലി എന്ന് പറയാം. അപ്പൊ അതല്ലല്ലോ ആൻസർ. ഫുംബ്രിയെ അവിടെ ഉണ്ട്, അഡ്ഹറിങ്ങിന് വരുന്നതാണ്. നമ്മുടെ ഓൾ ഇന്ത്യക്ക് ചോദിച്ചൊരു മെഡിക്കൽ എൻട്രൻസ് ചോദിച്ച ക്വസ്റ്റ്യനും കൂടെയാണത്.
ദെൻ മൈക്രോബോഡീസ്, ഇതാണ് ആൻസർ. മൈക്രോബോഡീസാ പെറോക്സിസോംസ് ആൻഡ് ഗ്ലയോക്സിസോം നിങ്ങൾ പഠിക്കുന്നു. നമ്മുടെ പ്ലസ് 1 8ാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോയിന്റ് മൈക്രോബോഡീസിനെ കുറിച്ചാ. ആ മൈക്രോബോഡീസ് പ്രോകാരിയോട്ടിലില്ല. റൈബോസോം 70s ആണ്, അത് നമുക്കറിയാം. 50+30 എന്ന് പറയുന്ന 2 സബ് യൂണിറ്റ് ഉള്ളതാണ്. അപ്പൊ ആൻസർ ഏതാണ്? 3. ദെൻ 117 സീക്വൻസ് ഓഫ് ദ സെൽ സൈക്കിൾ +1 ചാപ്റ്റർ 10 10ാമത്തെ ചാപ്റ്റർ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അപ്പൊ എന്തൊക്കെയായിരുന്നു നമുക്ക് അവിടെ ഒരു സെൽ സൈക്കിളിലുള്ളത്? സെൽ സൈക്കിളില് മെയിൻ ആയിട്ട് 2 പാർട്ടാ. ഒരു ഇന്റർഫേസ് ഉണ്ട്, ഒരു എം ഫേസ് ഉണ്ട് അല്ലേ? ഒരു ഇന്റർഫേസ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഒരു എം ഫേസ് ഉണ്ട്. ഒരു ചെറിയ ഇന്റർഫേസേ ഉള്ളൂ ഇവിടെ ഒരു ചെറിയ ഇന്റർഫേസാ, സോറി എം ഫേസ്. ലോങ് ആണ് ആര്? ഇന്റർഫേസ്. ഇതാണ് നമ്മുടെ എം എന്ന് പറയുന്ന ഫേസാ, ഇതാണ് എം ഫേസ്. ആ ഇന്റർഫേസിനെ നമുക്ക് എന്ത് ചെയ്യാ? ഡിവൈഡ് ചെയ്യണം. ഇന്റർഫേസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? ഇതാ G1 S G2 ഗ്യാപ്പ് 1. S എന്ന് പറഞ്ഞാൽ സിന്തസിസ് ആണ്. DNA റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ സിന്തസിസ് നടക്കുന്നു. ഹിസ്റ്റോണൊക്കെ വരുന്നത് എസ് ഫേസിലാണ്, നിങ്ങൾ പഠിച്ചു. G2 എന്ന് പറയുന്നത് ഗ്യാപ്പ് 2 ആ. ഇതാണ് എം, മൈറ്റോസിസാ. അപ്പൊ G1 S G2 S. സോ നമുക്ക് ആൻസർ ഏത് ക്ലിക്ക് ചെയ്യാ? സെക്കൻഡ്. 117ന്റെ ആൻസർ സെക്കൻഡ് ആണ്. ദെൻ 118 118 118 നോക്കൂ. 118ന്റെ ആൻസർ ഏത്? സ്ലൈം ലെയർ ആൻഡ് ക്യാപ്സ്യൂൾ ഇൻ ബാക്ടീരിയ ആർ മോഡിഫിക്കേഷൻ ഓഫ്. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക, ബാക്ടീരിയന്റെ ബോഡി ലേയേഴ്സ് ഏതൊക്കെയുണ്ട്? ഏറ്റവും ഔട്ടറിലാണ് അതിനേതുള്ളത്? ഗ്ലൈക്കോകാലിക്സിന്റെ ഒരു ലെയർ ഉണ്ട്, അതിനുള്ളിൽ സെൽവാള, അതിനുള്ളിൽ പ്ലാസ്മ മെംബ്രെയിന. സ്ലൈം ലെയർ ആൻഡ് ക്യാപ്സ്യൂൾ ഇൻ ബാക്ടീരിയ മോഡിഫിക്കേഷൻ ഓഫ് ആരായിരുന്നു? നമ്മുടെ ഗ്ലൈക്കോകാലിക്സ് ആണ്. സെൽവാൾ അറിയാ? സെൽവാൾ എന്തുകൊണ്ട് നിർമ്മിച്ചതാ? പെപ്റ്റിഡോഗ്ലൈക്കൺ. മുമ്പ് എൻട്രൻസ് ചോദിച്ചാണ്. പെപ്റ്റിഡോഗ്ലൈക്കൺ അതായത് മുരാമിക് ആസിഡ് ആണ്. ഗ്ലൈക്കോൺ, മുറീൻ എന്ന് പറയുന്നു. ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് വാക്യൂളിന്റെ കവറിംഗ് മെംബ്രെയിൻ ആണ്, അത് നമുക്കറിയാം. സോ ആൻസർ ഏതാണ്? 1. 119 120. ഇൻ മെറ്റാഫേസ് 1 ക്രോമോസോംസ് ആർ ഇൻ. മെറ്റാഫേസ് അല്ല കേട്ടോ, മെറ്റാഫേസ് 1 ആണ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യുന്നത് ഏതിലേക്കാണ്? നമുക്ക് മിയോസിസിലേക്കാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. എവിടേക്കാണ്? മിയോസിസിലേക്കാണ്. മിയോസിസിലാണല്ലോ 2 ഏതൊക്കെ? കാരിയോകൈനസിസും 2 സൈറ്റോകൈനസിസ് ഉണ്ട്. ഇൻ മെറ്റാഫേസ് 1 ക്രോമോസോംസ് ആർ 1 ടെട്രാഡ്, അതല്ലേ? അവിടെയാണല്ലോ മിയോസിസ്. മെറ്റാഫേസ് 1 ടെട്രാഡ് 4 എണ്ണാണ്. കാരണം പ്രോഫേസ് 1 പാക്കിറ്റീൻ സ്റ്റേജിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ക്രോസിംഗ് ഓവർ ഒക്കെ നടക്കുന്നുണ്ടല്ലേ? ഉണ്ടല്ലേ? ഹോമോലോഗസ് ക്രോമസോമുകൾ ഈ രൂപത്തിൽ അവിടെ നടക്കുന്നു. ക്രോസിംഗ് ഓവർ ഉണ്ട്. കയാസ്മ നമ്മൾ ഒബ്സർവ് ചെയ്തു. സോ ആൻസർ ഏതാണ്? 120ന്റെ ആൻസർ 1 ആണ്. ഇൻ ഗ്രീൻ ആൽഗെ ക്ലോറോപ്ലാസ്റ്റ് ക്യാൻ ബി. ഗ്രീൻ ആൽഗ, ഗ്രീൻ കളറിനു കാരണം ക്ലോറോഫിൽ നമുക്കറിയാം. അത് ലോക്കലൈസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ക്ലോറോപ്ലാസ്റ്റില. ഡിസ്കോയിഡ് ആയതുണ്ട്, കപ്പ് ഷേപ്പ് ഉണ്ട്, സ്പൈറൽ ഉണ്ട്. ഡിസ്കോയിഡ് കാണാ, പ്ലേറ്റ് പോലെ കാണാ. ദെൻ കപ്പ് ഷേപ്പ് നമ്മുടെ ക്ലമിഡോമോണാസിലുണ്ട്. സ്പൈറൽ, സ്പൈറോഗൈറൽ ഉണ്ട്. ആൻസർ 4th 4ാമത്തേതാണ്. ഫോട്ടോ കെമിക്കൽ ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻവോൾവ്. ഫോട്ടോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫേസ് ആണ്. ലൈറ്റ് ഫേസ് ഗ്രാനയിൽ നടക്കും. അവിടെ ലൈറ്റ് ഫേസിന്റെ 1ാമത്തെ എന്ന് പറയുന്നത് ലൈറ്റ് അബ്സോർപ്ഷൻ ആണ്. അത് കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം? വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടക്കും, ഇലക്ട്രോണിന്റെ ട്രാൻസ്പോർട്ട് നടക്കും, NADPന്റെ റിഡക്ഷൻ നടക്കും. ഈ 4 മെയിൻ കാര്യങ്ങൾ അവിടെ നടന്നിരിക്കും. അപ്പൊ 1ാമത്തേത് ശരിയാണ്. ഫോട്ടോ കെമിക്കൽ ഫേസ് 2 ശരിയാണ്, 3 ഇല്ല, ഇത് തെറ്റാണ്. സോ ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇതാണ് ഇവിടുത്തെ ആൻസർ. എന്താ കാരണം? ഇത് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഡാർക്ക് റിയാക്ഷനിലാണ്, അതായത് സ്ട്രോമയിലാണ്.
സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 3 ആണ്. ആൻസർ 3, 123. ഇൻ ദി ഫോളോയിങ് ഡയഗ്രാം ലേബൽ എ ബി സി. ഇങ്ങനത്തെ ഒരു ഡയഗ്രേ നമുക്കുള്ളൂ നമ്മുടെ ഫോട്ടോസിന്തസിസിൽ. ഇത് ഏതുമായി ബന്ധപ്പെട്ടാന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഒക്കെ പഠിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കെമിയോസ്മോട്ടിക് ഹൈപ്പോതസിസ് പഠിക്കുന്നു. അവിടെ ഉള്ളൊരു ഡയഗ്രാണ് അത് അല്ലേ? എന്താണ് ഇതില് എ എന്ന് പറയുന്നത് ഏതാണ്? 123. നോക്കൂ, ഇത് PS2 ആണ്. അപ്പോൾ ഇത് ഏതാ വരിക? PS1. അത് PS1 ആ. ഇതാണ് സൈറ്റോക്രോം B6F. സോ ആൻസർ 123ന്റെ ആൻസർ ഏതാണ്? 2. സെക്കൻഡ് ആണ് ആൻസർ വരുന്നത്. നമുക്കറിയാം, നിങ്ങൾ പഠിച്ചു കെമി ഓസ്മോട്ടിക് ഹൈപ്പോതസിസിൽ ഹൗ ക്യാൻ ദി കോൺസെൻട്രേഷൻ ഓഫ് H+ increases in the lumen of thylakoid. 3 റീസൺ പഠിച്ചു. 1, splitting of water takes place in the lumen. As a result, H+ increases. 2, രണ്ടാമത്തെ എന്തായിരുന്നു? As H+ proton electron passes through the electron carrier, proton move across the membrane. അതൊരു കാരണം. 3, മൂന്നാമത്തേത് എന്തേ? NADPനെ റെഡ്യൂസ് ചെയ്യാൻ പ്രോട്ടോണിനെ യൂസ് ചെയ്യുന്നത് സ്ട്രോമാസൈഡിൽ നിന്നാണ്. അപ്പൊ ഈ 3 കാരണത്താൽ സ്ട്രോമയിൽ കുറഞ്ഞു, ഇവിടെ കൂടി. കെമി ഓസ്മോട്ടിക് നിങ്ങൾ പഠിക്കുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? സെക്കൻഡാ. ഗ്രോത്ത് പാറ്റേൺ ഓഫ് എ പ്ലാന്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ ഗ്രോത്ത് പാറ്റേൺ ഓഫ് എൻ അനിമൽ ഇൻ ഹാവിങ്. പ്ലാന്റിൻ്റെത് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് ആണ്. നമ്മുടേത് എന്താ? ഡെഫിനിറ്റ് ആണ്. നമുക്കൊരു പർട്ടിക്കുലർ ഏജ് വരെ മാത്രമേ ഗ്രോത്ത് ഉള്ളൂ. റെഡിയല്ലേ? അപ്പൊ പ്ലാന്റ്സിൽ ഗ്രോത്ത് ദാറ്റ് ഒക്കർ സ്പെസിഫിക് റീജിയൻ നിങ്ങൾ പഠിച്ചു. മെറിസ്റ്റം ശരിയാണ്. അതാണ് ലോക്കലൈസ്ഡ് ഗ്രോത്ത് സെന്റർ എന്ന് പറയുന്നു. ഇൻഡെഫിനിറ്റ് ആണ്, ഡെഫിനിറ്റ് അല്ല. അപ്പോൾ ഇതാണ് ആൻസർ. നോക്കൂ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നത് ഏതാണ്? 3. ഓൾ 3. നോക്കൂ, സോറി, ആൻസർ ഏതാണ്? 4. ഒന്ന് കട്ട് ചെയ്യണേ. റെഡി? നോക്കൂ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 124ന്റെ ആൻസർ നമുക്ക് ഏത് പറയാം? 4 പറയാം. ഓൾ എക്സെപ്റ്റ് 3 എന്ന് പറയാം. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. 4 ആണ് ആൻസർ. 25. എ സ്പ്രേയിങ് ഷുഗർ കെയിൻ ക്രോപ്പ് വിത്ത് ഗിബറലിൻസ് അല്ലെങ്കിൽ ജിബറലിൻ എന്ന് പറയും. ഇൻക്രീസ് ദ ഈൽഡ് ബൈ ആസ് മച്ച് 20 ടൺ പെർ ഏക്കർ. ശരിയാണ്. നമ്മുടെ NCERT കറക്റ്റ് ആയിട്ടൊരു സെന്റൻസ്. ബി സ്പ്രേയിങ് ജുവനൈൽ കോണിഫേഴ്സ് വിത്ത് സൈറ്റോകിൻ ഹാസ് ഡൺ ദ മെച്യൂരിറ്റി പീരീഡ് thus leading to early seed production. ഇവിടം വരെ ശരിയാ. ഇതങ്ങോട്ട് തെറ്റി. എന്താ കാരണം? ഇത് ഇവിടെ ഉള്ളതല്ല. ഇതല്ല ഇവിടുത്തെ പോയിന്റ്. ഇവിടെ ഏതാ വരുന്നതെന്ന് അറിയാമോ? ഇവിടെ വരുന്നത് നോക്കൂ, ഇവിടെയും വരേണ്ടതാരാ? നമ്മുടെ ജിബറിനാണ്. ഗിബറിലിക് ആസിഡ് ആണ്. അപ്പൊ ഇതില് എ മാത്രമേ കറക്റ്റ് ഉള്ളൂ. എ മാത്രം. ഓപ്ഷൻ 1 ആണ്. ജിബറിനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ. 27. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഫംഗൈ. പ്ലാന്റ് ഓട്ടോട്രോഫാണ്, ഫംഗസ് ഹെറ്ററോട്രോഫ. അനിമൽസ് എന്തേ? ഹോളോസോയിക്ക. സോ നമ്മുടെ ആൻസർ ഏതാണ്? 2. സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇത് നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ ജിംനോസ്പേംസിന്റെ ലാസ്റ്റ് പാരഗ്രാഫിലുള്ളതാണ്. അൺലൈക്ക് ബ്രയോഫൈറ്റ് ആൻഡ് ടെറിഡോഫൈറ്റ്, NCERT സ്റ്റേറ്റ്മെന്റ് അതാണ്. ജിംനോസ്പേംസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമറ്റോഫൈറ്റ് എന്നാണ് ഇവിടെ വരേണ്ടത്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമറ്റോഫൈറ്റ്. They do not have an independent free living existence.
ശരിയല്ലേ? ബ്രയോഫൈറ്റിൽ നമുക്കറിയാം, ടെറിഡോഫൈറ്റിൽ നമുക്കറിയാം ഗമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ഫ്രീ ലിവിംഗ് ആ. ടെറിഡോഫൈറ്റിന്റെ മെയിൻ ബോഡി സ്പോറോഫൈറ്റാ. അവിടെ നമ്മൾ പഠിച്ചു ഫേൺസിന്റെ ഒക്കെ കേസിൽ. ആ ഫേൺസില്, നെഫ്രോലെപ്പിസില്, ഫേൺസിലൊക്കെ എന്തുവാ, അവിടെ ഗമറ്റോഫൈറ്റ് ആണ് പ്രോതാലസ് ആയി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്മോൾ ഇൻകോൺസ്പീക്കസ് മൾട്ടി സെല്ലുലാർ ഹാപ്ലോയിഡ് മൊണീഷ്യസ് എല്ലാം നമ്മൾ പഠിച്ചു. അത് വേറെ വേറെയാ. പക്ഷേ ജിംനോസ്പേംസിലും ആൻജിയോസ്പേംസിലും അത് ഇൻഡിപെൻഡന്റ് അല്ല, ഡിപ്പെൻഡന്റ് ആണ്. ആൻഡ് ദ സ്റ്റെം ആർ അൺബ്രാഞ്ച്ഡ് ഇൻ ആരാ, സൈക്കാസ്, ആൻഡ് ബ്രാഞ്ച്ഡ് ഇൻ പൈനസ്. അപ്പോൾ ആൻസർ ഏതാണ്? 1. 128ന്റെ ആൻസർ ഏതാണ്? 1. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിക്കുക. നിങ്ങൾക്കറിയാം സൈക്കസ് ഡൈഷ്യസാ, മെയിലും ഫീമെയിലും വേറെ വേറെയാ. പൈനസ് എന്താണ്? മൊണീഷ്യസ് ആണ്. അവിടെ ഇടയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്, സ്റ്റേറ്റ്മെന്റ് വൈസിലെ. ഇത് നമ്മുടെ മോർഫോളജി. ഐഡന്റിഫൈ ABCD ഈസ്റ്റിവേഷന. എന്താ ഈസ്റ്റിവേഷൻ? അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ ദി ഫ്ലവർ ബഡ്. അതാണ് ഈസ്റ്റിവേഷൻ. ഒന്നാമത്തേത് നോക്കൂ നിങ്ങൾ. ഒന്നാമത്തേത് എന്താ? ഇവിടെ ഈ സെപ്പൽ അല്ലെങ്കിൽ പെറ്റൽസ് ആരും ഓവർലാപ്പ് ചെയ്തിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഓവർലാപ്പ് ചെയ്യാത്ത ഒന്നാമത്തതിനെ നമുക്ക് എന്ത് പറയാം? വാൽവെയ്റ്റ് എന്ന് പറയും. A എന്ന് പറയുന്നത് ഏതാ ഈസ്റ്റിവേഷൻ? വാൽവെയ്റ്റ് ഈസ്റ്റിവേഷൻ ആണ്. അതിന് നമുക്ക് കലോട്രോപ്പിസ് എക്സാമ്പിൾ പറയാം. സൊളാനേസിയയിൽ എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ കൊടുത്തത് പ്രകാരം കലോട്രോപ്പിസ്. ഇനി രണ്ടാമത്തെ എന്താ? ട്വിസ്റ്റഡ് ആണ്. സെക്കൻഡ് എന്തായിരുന്നു മക്കളെ? ട്വിസ്റ്റഡ്. കറക്റ്റ് കണ്ടോ? 1 ഓവർലാപ്പ് അതർ റെഗുലർലി. റെഗുലറായ ഒരു ഓവർലാപ്പ് ഉണ്ട്, അതാണ് ട്വിസ്റ്റഡ്. ആ ട്വിസ്റ്റഡ് വരുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടാക്സോണമിയിൽ മാൽവേസിയെ എന്നൊരു ഫാമിലി, പരുത്തി കുടുംബം, നമ്മൾ ചെമ്പരത്തി എന്ന് പറയുന്നു. കറക്റ്റ്. അതിനകത്തുള്ള സർവവും മക്കൾക്ക് ഇതിൽ എഴുതാമേ, ഓർക്കുക. അപ്പൊ ട്വിസ്റ്റഡിന് ഇതാ ആൻസർ ചൈന റോസ്, ചെമ്പരത്തി എഴുതാം, ബെസ്റ്റ് ആണ്. കോട്ടൺ, പരുത്തി എഴുതാം, അതിനകത്തുണ്ട്. ലേഡീസ് ഫിംഗർ, വെണ്ട എഴുതാം. ഓക്കെ. അപ്പൊ ആൻസർ ഇവിടെ ഏതാണ്? ചൈന റോസ്. ഇനി സി, മൂന്നാമത്തെ ഏതാണെന്നറിയാമോ മക്കളെ? 3 ഏതാ പറയൂ? ട്വിസ്റ്റഡ്, വാൽവേറ്റ്. 3 ഏതാ? ആൻസർ ഏതാ? ഇംബ്രിഗേറ്റ് ആണ്. എന്താ ഇംബ്രിഗേറ്റ്? ഇതും ഓർഡർ ഉണ്ട്, എഴുതുന്നുണ്ട്, പക്ഷെ റെഗുലർ അല്ല. ഓവർലാപ്പ് ഇറഗുലറാ. ശ്രദ്ധിച്ചാ കാണാം ഇവിടെ. 1 എന്തേ? കംപ്ലീറ്റ് ഇൻസൈഡാ. 1 കംപ്ലീറ്റ് ഔട്ട് സൈഡാ. റിമൈനിങ് 3 പാർഷ്യലി ഇൻ ആൻഡ് ഔട്ടാ. ബാക്കിയുള്ളത് എന്താണ്? ഇൻ ആൻഡ് ഔട്ടാ. അതാണ് നമ്മുടെ ഇംബ്രിഗേറ്റിലുള്ളത്. അപ്പോൾ ഇംബ്രിഗേറ്റിൽ വരുന്നത് ഏതാ നോക്കൂ. ഇംബ്രിഗേറ്റിൽ വരുന്നത് ഏതായിരുന്നു? കേഷ്യ ആൻഡ് ഗുൾമോഹർ. നമ്മുടെ NCERT കാണാം. കേഷ്യ ഇതാ ഇവിടെയുണ്ട്, ഗുൾമോഹർ. ഓക്കെ. ഇനി ലാസ്റ്റ് ഡി എന്ന് പറയുന്നത് ഏതായിരുന്നു? ഓപ്ഷൻ ഡി. ഏതാണ് നമുക്ക് ഡിയിൽ പോകേണ്ടത് ഓപ്ഷനിൽ? യെസ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് പാപ്പിലിയോണേഷ്യസ. നമ്മളതിനെ വെക്സില്ലറി എന്ന് പറയാറുണ്ട്. എന്താണ് വെക്സില്ലറി? 1 ലാർജ് സ്റ്റാൻഡേർഡ് പെറ്റൽ, അതിനുള്ളില് 2 വിങ് പെറ്റല്, അതിനുള്ളില് ചെറിയ 2 ഫ്യൂസ് ചെയ്ത കീൽ പെറ്റൽ. ഇത് എഴുതാറ് 1+2+2. ഈ 2 എന്തേ? ഫ്യൂസ്ഡ് അല്ലേ? ഇത് ബീൻസ് ആൻഡ് പി എന്ന് പറയും. സോ നമ്മുടെ കീ ഏതാണ്? 1. 129ന്റെ ആൻസർ ഏതാണ്? 1. നോക്കൂ, ധാരാളം പോയിന്റ്സ് ഇതിനകത്ത് ക്ലിയർ ആയില്ലേ? ശ്രദ്ധിക്കുക, ഈ ഭാഗത്ത് വരാം. 130, 129, 130. അനാട്ടമിക്കറി പ്രൈമറി സ്ട്രക്ചറിൽ ഉണ്ടല്ലേ, ലീഫിന്റെ സ്ട്രക്ചറാ. ഉടൻ ഇത് ഏത് ലീഫാണ് കൊടുത്തിട്ടില്ല. നമുക്കറിയാം, നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ എക്സാം എഴുതാൻ തയ്യാറായിരിക്കല്ലേ. നമ്മളുടെ കളി. ഇത് ഡൈക്കോട്ട് ലീഫാ. ഡോർസി വെൻട്രൽ ലീഫ് എന്നല്ലേ പറയാറ്? യെസ്, ഡൈക്കോട്ട്. അതെങ്ങനെ വേഗം മനസ്സിലായി?
പാലിസൈഡ് അതായത് മീസോഫില് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പർ പാലിസൈഡ്, ലോവർ സ്പോഞ്ചി പാരൻകൈമ. നോക്കൂ മക്കളെ, വളരെ ക്ലിയർ അല്ലേ? പക്ഷേ എന്തുവാ ക്വസ്റ്റ്യൻ ചോദിച്ചത് നോക്കൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ഇവിടെ ലാബൽ ചെയ്ത പാർട്ട് എന്ന്. ഇവിടെ എ എന്ന് പറയുന്നത് ഏതാ? അപ്പർ സൈഡിലാ. അപ്പറിൽ നമുക്ക് എന്ത് പറയാ? അഡാക്സിയൽ എന്ന് പറയും. ലോവറിൽ എന്താണ്? എബാക്സിയൽ ആണ്. എ എന്ന് പറയുന്നത് ബി പാലിസൈഡ്, ഇത് സ്പോഞ്ചി. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 1. സോ ഇതിന്റെ ആൻസർ ഏതാണ്? 1 ആണ് ആൻസർ. ഓക്കെ, 131. ഇത് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ സൈറ്റോളജിയിലുള്ള ഒരു ഡയഗ്രാം. നിങ്ങളുടെ സിലിയ, ഫ്ലജല്ല അതിന്റെ ഒരു ഡയഗ്രാമായിട്ട് NCERT-യിലുണ്ട്. വളരെ കൃത്യമായിട്ട് 9 ലേബലിംഗ് അതിനകത്തുണ്ട്. ശ്രദ്ധിക്കണം, അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ഇവിടെ എന്താ നോക്കൂ, സെലക്ട് ദ ഇൻകറക്റ്റാ ചോദിച്ചത്. 1 പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസ് ഡബ്ലറ്റ്സ് 9. ഇൻകറക്റ്റ് അല്ലേ? അത് കറക്റ്റാ. കാരണം ഇതിന്റെ അറേഞ്ച്മെന്റിനെ പറയാ 9+2 എന്നാണ്. 9 പെയർ മൈക്രോട്യൂബ്യൂളുകൾ ഇവിടെയുണ്ട്. സെന്ററിൽ 2 എണ്ണമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ശരി, 2ഉം ശരി. 3 9 റെഡി. ബേസൽ ബോഡി, ഇത് തെറ്റാ, ഇത് തെറ്റാണ്. എന്താ കാരണം? ഇത് തെറ്റാണ്. ഇതാണ് ഇതിന്റെ ഫോക്കസിങ്. വൈ? ബിക്കോസ് ബേസൽ ബോഡി ആൻഡ് ഓഫ് സിലിയ ആൻഡ് ഫ്ലജല്ല ഷോസ് 9+2. സോറി, 9+0. 9+0 നോക്കൂ അല്ലേ? മാത്രല്ല അതിന്റെ ഒരു പേരെന്താന്ന് ഓർമ്മയുണ്ടോ? സെൻട്രിയോൾ. സെൻട്രോസോം ഈസ് എൻ ഓർഗനല്ലേ ഫോംഡ് ബൈ 2 സെൻട്രിയോൾ. അതാണ് 9+0. കാർട്ട് വീൽ ലൈക്ക് എന്നാണ് NCERT അത് അനൗൺസ് ചെയ്തു. അതിന്റെ ഈ 9 ഡബിൾ അല്ലട്ടോ, എന്താണ്? ട്രിപ്ലറ്റാ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? 4. 4ാമത്തതാണ് ആൻസർ കീ. 131. മൈറ്റോട്ടിക് അപ്പാരറ്റസ് ഫോംഡ് ബൈ വിച്ച് അമംഗ് ദ ഫോളോയിങ്? സെൻട്രോസോം, സ്പിൻഡിൽ, ക്രോമസോം. അല്ല, ഇയാള് വരാൻ പാടില്ല. വരുമോ? ഇല്ല. സെൻട്രിയോൾ, ആസ്റ്റർ, സ്പിൻഡിൽ. ഇവിടെയും ക്രോമസോം ഉണ്ട്, വേണ്ട. സോ ആസ്റ്റർ ആൻഡ് സ്പിൻഡിൽസ്. വളരെ സിമ്പിളായി വേഗം കിട്ടി. ആരാണ്? ആസ്റ്റർ. എന്താ ആസ്റ്റർ? നമുക്കറിയാം. സെൻട്രിയോള് സെൻട്രോസോം സ്പ്ലിറ്റ് ചെയ്ത് 2 പോയിന്റിലേക്ക് എത്തി ആടുന്ന് എറൈസ് ചെയ്യുന്ന സ്ട്രക്ചറുകളാണ് ആസ്റ്റേഴ്സ്, നമുക്കറിയാം. സോ ആൻസർ അതാണ് 3 ആണ്. Then 133. C4 planes are better than C3. Yes. ആരാണ് C4? ആരാണ് C3? എല്ലാം നമുക്കറിയാം. എല്ലാ പ്ലാന്റും ഏതാണ്? C3 ആണ്. ബിക്കോസ് all green plants produce organic food as per the explained method of Calvin. കാൽവിൻ എക്സ്പ്ലെയിൻ ചെയ്ത മെത്തേഡാ. അതുകൊണ്ട് എല്ലാ പ്ലാന്റും C3, എല്ലാം C3. ബട്ട് ട്രോപ്പിക്കൽ റീജിയനുള്ള, ഡ്രൈ ട്രോപ്പിക്കൽ റീജിയനുള്ള പ്ലാന്റ്സിന്റെ ഒരു അഡാപ്റ്റേഷനാണ് C4 ഫോട്ടോസിന്തസിസ്. ഈ പ്ലാന്റ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ ആണ്. ഫോട്ടോ റെസ്പിറേഷൻ നെഗ്ലിജിബിൾ ആണ് അവിടെ. ഹൈ ബയോമാസ് പ്രൊഡക്ഷൻ ആണ്. ആൻഡ് ആൾസോ ക്രേൻസ് അനാട്ടമി അതൊക്കെ C4-നാണ്. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റിന്റെ എന്തോ ആണ് അതിന്റെ പ്രത്യേകത. സെൻസിറ്റീവ് ടു pH ആണോ? അല്ല. ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. മോർ ഈൽഡ്, വെരി ഹൈ കോൺസെൻട്രേഷൻ. നോക്കൂ, അപ്പൊ നമ്മുടെ ആൻസർ ഇതല്ലേ? മോർ ഈൽഡ്. അതാണ് ഹൈ ബയോമാസ് പ്രൊഡക്ഷൻ. ഇതിന് C3-യും C4-ഉം മാറി മാറി ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ. ബീങ് സെൻസിറ്റീവ് ടു ഹൈ ടെമ്പറേച്ചർ ആണോ? അല്ല. ടോളറേറ്റ് ടു ടെമ്പറേച്ചർ എന്നാ. സെൻസിറ്റീവ് അല്ലേ? അതാണ് ഇതിന്റെ മിസ്റ്റേക്ക്, അത് ശ്രദ്ധിക്കണം. സെൻസിറ്റീവ് അല്ല. നമ്മുടെ NCERT കൊടുത്തത് ടോളറേറ്റ് എന്നാണ്. സോ ആൻസർ ഏതാണ്? 3. കോംപ്ലക്സ് കൺസേൺഡ് വിത്ത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. യെസ്, ഇതാണ് നേരത്തെ ഞാൻ എഴുതി തന്ന നമ്മുടെ
റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് ഗ്ലൈക്കോളിസിസ്, ലിങ്ക്, ക്രബ്സ്. നാലാമത്തതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. അത് കഴിഞ്ഞാൽ 5 ഓക്സിഡേറ്റീവ. 5 കോംപ്ലക്സുകളുണ്ട്. കോംപ്ലക്സ് 1 NADH ഡീഹൈഡ്രോജിനേസ് ആണ്. കോംപ്ലക്സ് 1 ഏതാണ്? NADH ഡീഹൈഡ്രോജിനേസ്. കോംപ്ലക്സ് 2 സക്സീനേറ്റ് ഡീഹൈഡ്രോജിനേസ് ഓർമ്മയിലുണ്ട്. കോംപ്ലക്സ് 3 സൈറ്റോക്രോം BC1 കോംപ്ലക്സ് ആണ്. ആൻഡ് കോംപ്ലക്സ് 4 സൈറ്റോക്രോം A3 ആണ്. കോംപ്ലക്സ് 5 അതാണ് ഇവിടെ നമ്മൾ പറയുന്ന ATPase എന്ന് പറയുന്നു. ATPase. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനുമായി ബന്ധപ്പെട്ടതാരാണ്? കോംപ്ലക്സ് 5 ആണ്. ആരാണ്? കോംപ്ലക്സ് 5. ബാക്കിയുള്ളതൊക്കെ ഇലക്ട്രോണിന്റെ ട്രാൻസ്പോർട്ടും അതേപോലെ മറ്റു പല പ്രോസസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഓർമ്മിക്കുക, ഓരോന്നിന്റെ പേരും ഫംഗ്ഷനും അവിടെ ഓർത്തോളൂ. നെക്സ്റ്റ്, artificial hybridization is one of the major approaches of the crop improvement program for a bisexual flower. എന്തുവാ bisexual? containing both sex organ. Eating the following correct order ആണ്. നമുക്കറിയാം ആദ്യം വേണ്ടത് പ്ലാന്റിനെ സെലക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇമാസ്കുലേഷൻ നടത്തണം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇമാസ്കുലേഷൻ നടത്തണം. അത് കഴിഞ്ഞാൽ ബാഗിംഗ് ആണ്. പോളിനേഷൻ, റീബാഗിംഗ്. എന്താണ് എമാസ്കുലേഷൻ? പലപ്പോഴും അത് വരുന്ന സമയത്ത് മിസ്റ്റേക്ക് വരാറുണ്ട്. എന്താണ് ഇമാസ്കുലേഷൻ? റിമൂവൽ ഓഫ് ആന്തർ ബിഫോർ ഡെഹിസൻസ് ഇൻ ദ ബഡ് സ്റ്റേജ്. അത് ആരില്ലെന്നറിയോ? ആരില്ല വേണ്ടത്? ഫീമെയിൽ പ്ലാന്റിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവറിൽ. അതിനെയാണ് പറയുക എമാസ്കുലേഷൻ എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ആൻസർ അതാണ്. എന്തിനാ ബാഗ് ചെയ്യുന്നത്? ഡു നോട്ട് എൻറ്റർ അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻ. കറക്റ്റ്. 148. The process of separation and purification of expressed protein before marketing. നമ്മുടെ ബയോടെക്നോളജിന്റെ 1ാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പൾസ്, അതിന്റെ ലാസ്റ്റ് പാരഗ്രാഫാണ് ആൻസർ. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ all the process that a product before marketing as a new. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അത് പുതിയതാക്കുക, കുറ്റമറ്റതാക്കി മാറ്റുക. അതിന് ഒരുപാട് പ്രോസസ്സ് അവിടെ ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. ഇതാ കണ്ടില്ലേ, ഇതാണ് പോയിന്റ്. അവിടെ നമ്മൾ ക്ലിനിക്കലിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരും. ഡ്രഗ് ടെസ്റ്റ് ചെയ്യണം, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? റിലീസ് ചെയ്യാറുള്ളൂ. ഓർക്കുക. 149 നോക്കൂ, എന്തായിരുന്നു ആൻസർ? 149. 149 മീൻസ് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്. BT ടോക്സിൻ ആർ ഇൻസെക്ട് ഗ്രൂപ്പ് സ്പെസിഫിക് ആണ്. BT ടോക്സിൻ ആർ, അത് കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ് ആണ്. അവിടെ ദ ടോക്സിൻ എൻകോഡഡ് ബൈ ദ ജീൻ CRY1AB കൺട്രോൾ കോട്ടൺ ബോൾ വേം. അതാണ് സി. ദേ ആർ എൻഡോടോക്സിൻ. അത് ശരിയാണല്ലോ അല്ലെ? സി എന്ന് പറയുന്നത് അവിടെ തെറ്റാണ്. CRY1AB. 1AB അവിടെ ആരാ? കോൺ ബോറർ ആണ്. ഇത് തെറ്റാണ്. ഇത് തെറ്റാണ്. അപ്പൊ സി റോങ് ആണ്. ദി ടോക്സിൻ എൻകോഡഡ് ബൈ 1AC and 2AB. കോൺ ബോറർ അല്ല. ഇവിടെയാണ് ഏത് വരേണ്ടത്? നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ വരേണ്ടത്. 1AB ആണ് കോൺ ബോറർ. 1AC and 2AB ആരായിരുന്നു? കോട്ടൺ ബോൾ വേമ. അപ്പോൾ അതും തെറ്റല്ലേ? സിയും ഡിയും തെറ്റാണ്. ദി BT ടോക്സിൻ ബൈൻഡ് ദ മിഡ്ഗട്ട് എപ്പിത്തീലിയം ഡാമേജ് ഇറ്റ് ബൈ ക്രിയർ. ശരിയാണ്, ഈ ശരിയാ. അപ്പൊ നമുക്ക് ഓപ്ഷൻ സെക്കൻഡ് കൊടുക്കാം. അതായത്
നമ്മുടെ ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഒരു പോയിന്റായത്. ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ BT, ബാസില്ലസ് തുറിയൻജനസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയക്കകത്തുള്ള ചില കെമിക്കലാണ് റെസിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് വരുന്ന പുറമേന്ന് വരുന്ന മൈക്രോ ഓർഗാനിസങ്ങളെ നശിപ്പിക്കുന്നു. അപ്പൊ അതൊരു ടോക്സിനാണ്. അതെന്താണ്? ഒരു ടോക്സിനാണ് സൾഫ്. പക്ഷേ അതൊരിക്കലും പ്ലാന്റിനെ നശിപ്പിക്കാറില്ല. കാരണം പ്ലാന്റ് ബോഡിയിൽ അത് ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക. സോ ആൻസർ ഏതാണ്? 2. 168. The toxin coded by Cry2AB responsible for controlling. ഏതായിരുന്നു? കോട്ടൺ ബോൾവേം. ഓക്കെ, അതാണ് കോട്ടൺ ബോൾവേം. സോ നമ്മുടെ ഈ സെക്കൻഡ് മൊഡ്യൂളിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. എല്ലാം വളരെ സിമ്പിളാ. നിങ്ങൾ എഴുതിയ കീ നോക്കി മജോറിറ്റി നന്നായി എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. അത് കണ്ടപ്പോൾ ഞങ്ങളും ഹൈലി കോൺഫിഡൻ്റ് ആയി. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസേ വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കാരണം നിങ്ങളെല്ലാവരും അടുത്ത വർഷം നല്ലൊരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ MBBSന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന, കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന കുട്ടികളല്ലേ? നിങ്ങളെ ആഗ്രഹത്തിന്റെ കൂടെ ഞങ്ങൾ അൺഅക്കാഡമിയുമുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.